എല്ലാവർക്കും നമസ്കാരം. പുതിയ വിളക്കൂട്ടല്ല, എന്നാലും നമ്മളൊരു വളം ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ: ഇത് ഗോമൂത്രമാണ്, ഇത് ശർക്കര, ഗോമൂത്രം, പിന്നെ പച്ചവെള്ളം, പിന്നെ വേണ്ടത് ഒരു മണ്ണിൻ്റെ കുട കേട്ടോ, മണ്ണിൻ്റെ കലമാണിത്. പിന്നെ വേണ്ടത് ശീമക്കൊന്നയുടെ ഇല. ഇനി നമുക്ക് വേണ്ട വേറെ സാധനമുണ്ട്, കാണിച്ചു തരാം. നൈട്രേറ്റിൻ്റെ കൾച്ചറാണ് കേട്ടോ. അത് ഈ WDC പോലത്തെ ഒരു നൈട്രേറ്റിൻ്റെ കൾച്ചറാണ്. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ WDC വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് നോക്കാം. ഇതാണ് നൈട്രേറ്റിൻ്റെ കൾച്ചർ. ഇതാണ് നൈട്രേറ്റിൻ്റെ കൾച്ചർ. ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ശർക്കരയും നൈട്രേറ്റിൻ്റെ കൾച്ചറും കൂടെ WDC ഉണ്ടാക്കണ പോലെ വെച്ചേക്കണതാണ്. ഇത് അണുക്കളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ എടുക്കാം കേട്ടോ. നോക്കാം. ഇത് നമുക്ക് കുറച്ച് കോരിക്കൊണ്ട് പോകാം കേട്ടോ. നൈട്രേറ്റിൻ്റെ കൾച്ചർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കുറച്ച് ശീമക്കൊന്നയുടെ ഇലയിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ വേണം. ആദ്യം നമുക്ക് ഇതിനകത്ത് ഗോമൂത്രം ഒഴിച്ചു കൊടുക്കാം. ഗോമൂത്രം കുറച്ചുകൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ചാണകം കൂടെ വന്നെന്ന് ഓർത്ത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഗോമൂത്രം പിടിക്കാനായിട്ട് അവിടെ കുപ്പി വെച്ചിട്ടുണ്ട്, ഒഴുകി വരുന്ന ഗോമൂത്രം പിടിക്കാനായിട്ട്. വെച്ച് പശുക്കളാട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നൈട്രേറ്റിൻ്റെ കൾച്ചർ ഒഴിച്ചു കൊടുക്കാം. നൈട്രേറ്റിൻ്റെ കൾച്ചർ ഒഴിച്ചിട്ടുണ്ട്. ശീമക്കൊന്നയുടെ വില പെട്ടെന്ന് ശരിയായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിൽ കലക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തവി ഇതിനകത്ത് ജാമായി. നമുക്ക് ഈ ശീമക്കൊന്നയുടെ ഇലയും കൂടെ വെച്ചിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഗോമൂത്രവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ഇത് കണ്ടോ, നമ്മുടെ വളം സെറ്റായിട്ടുണ്ട്. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല പത പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 1.5 കപ്പ് എടുത്ത് ഒഴിച്ചാൽ മതി. നല്ല റിസൾട്ടാണ് കേട്ടോ. പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് നല്ല പതഞ്ഞ് വന്നേക്കണം കേട്ടോ. ഈ നൈട്രേറ്റിൻ്റെ കൾച്ചർ ഇരട്ടിയായിട്ട് മൾട്ടിപ്ലൈ ആകുമ്പോഴാണ് ഇതുപോലെ നല്ല പതയായിട്ട് വരുന്നത്. അതിൻ്റെ ലക്ഷണം നല്ല നമ്മുടെ അണുക്കൾ പെരുകി എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. പെരുകിയെന്ന് മനസ്സിലാക്കണതാണ്. ഈ പരുവത്തിന് നമുക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാം. നമ്മുടെ ഓർക്കിഡിനൊക്കെ തളിച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. കുറച്ച് WDC കൂടി ചേർക്കാമെങ്കിൽ സൂപ്പറാണ്. ഓർക്കിഡിനൊക്കെ വേണമെങ്കിൽ ഇത് എടുക്കുന്നതിന് തലേ ദിവസം 1 കപ്പ് WDCക്കകത്ത് 1 ലിറ്റർ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓർക്കിഡിനൊക്കെ നല്ല റിസൾട്ടാണ്. നിറയെ തൈകളുണ്ടാവും. ഞാനത് ഒരിക്കൽ നേരത്തെ ഞാനിത് ഉണ്ടാക്കാറുള്ള വളമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചീരയ്ക്കൊക്കെ ബെസ്റ്റാണ്. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 1.5 കപ്പ് 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓർക്കിഡിനൊക്കെ സ്പ്രേ കൊടുക്കുകയാണെന്നല്ലോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ
നമ്മുടെ പച്ചക്കറികൾക്ക് ചീരയ്ക്കാണ് ഏറ്റവും ബെസ്റ്റ്. ചീരയ്ക്ക് പെട്ടെന്ന് ചീര വലുതാവും. അതുപോലെ തന്നെ നമ്മുടെ തൈകൾ നട്ടേക്കണതൊക്കെ നല്ലൊരു വളർച്ച കിട്ടും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക.